മാക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ്. ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ്. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്മോഡിറ്റിക്ക് പകരമായി മറ്റൊരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്നു. നമ്മളിപ്പോൾ കടയിലൊക്കെ പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ പകരമായിട്ട് ക്യാഷ് കൊടുക്കുന്നു. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റ്, നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് മറ്റൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന രീതിയായിരുന്നു ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ സിസ്റ്റം പിന്നീട് ഫോളോ അപ്പ് ചെയ്ത് വരുന്നില്ല. ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ്. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് മറ്റൊരാൾ വാങ്ങിയാൽ മാത്രമേ അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റൂ. രണ്ടുപേർക്കും വോൺസ് ആവശ്യമായിട്ട് വരണം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരേണ്ടി വരും. ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. നമുക്ക് കോമൺ മെഷർ ഓഫ് വാല്യൂ, ചിലത് മീറ്റേഴ്സ്, ചിലത് കിലോഗ്രാമിൽ, ചിലത് അങ്ങനെ പല പല റേഞ്ചിലായിരിക്കും ഓരോ പ്രൊഡക്റ്റുകളും മെഷർ ചെയ്യുന്നത്. ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ ഇല്ലായിരുന്നു. ദെൻ എന്താണ്? ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഡിഫേർഡ് പേയ്മെന്റ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ഫ്യൂച്ചർ പേയ്മെന്റ്, ഇതൊന്നും എന്താണ് ആ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. സ്റ്റോർ ഓഫ് വാല്യൂ ഇല്ല, വെൽത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ലായിരുന്നു. ഈ ഒരു പോയിന്റുകൾ എഴുതുക, എക്സ്പ്ലനേഷൻസ്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ മാത്രം എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ മണി എന്ന് പറയുന്ന ആള് രംഗപ്രവേശനം നടത്തുന്നത്. ഓക്കെ, മണി എന്ന് പറഞ്ഞാൽ മണി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് ആസ് എ മീൻ ഓഫ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ എന്താണ്? ആക്ട് ആസ് എ കോമൺ മെഷർ ഓഫ് വാല്യൂ, ഒരു സ്റ്റോർ ഓഫ് വാല്യൂമായിട്ട് ആക്ട് ചെയ്യുന്നു മണി. മണിയുടെ ഫംഗ്ഷൻസിനെ പ്രൈമറി, സെക്കൻഡറി, കണ്ടിജന്റ് ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഫംഗ്ഷൻസ് ആണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അതായത് ബാർട്ടർ സിസ്റ്റത്തിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ മറ്റൊരു പ്രൊഡക്റ്റ് ആയിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ അതിന് പകരമായി നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്യാഷ് കൊടുക്കുന്നു. ഒരു എക്സ്ചേഞ്ച് വാല്യൂ ആയി നിൽക്കുന്നു. മെഷർ ഓഫ് വാല്യൂസ് കോമൺ. ബാർട്ടർ സിസ്റ്റത്തിൽ നമുക്കൊരു കോമൺ മെഷർ ഓഫ് വാല്യൂ ഇല്ലായിരുന്നു. പല ഗുഡ്സും പല രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യാനൊക്കെ പാടായിരുന്നു. പക്ഷേ ഇപ്പൊ ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ ആയിട്ട് ആര് സ്റ്റാൻഡ് ചെയ്യുന്നു? മണി സ്റ്റാൻഡ് ചെയ്യുന്നു. സെക്കൻഡറി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിഫേർഡ് പേയ്മെന്റ്. ഡിഫേർഡ് പേയ്മെന്റ് പറഞ്ഞാൽ ഫ്യൂച്ചർ പേയ്മെന്റ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ എവിടെ ചെയ്യാൻ പറ്റുന്നു? മണി യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുന്നു. സ്റ്റോർ ഓഫ് വാല്യൂ, നമ്മുടെ വെൽത്ത് മണിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ക്യാഷ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വെൽത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നു. കണ്ടിജന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സിസ്റ്റം വന്നത് ക്യാഷ് വന്നേ പിന്നെയാണ്. ലിക്വിഡിറ്റി കൂടിയ അസറ്റ് ആണ്. ഗ്യാരണ്ടി ഓഫ് സോൾവൻസി ആണ്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മണി ബേസിസിലാണ്. ഓക്കെ, അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിമാൻഡ് ഫോർ മണി. എന്താണ് മണി ഡിമാൻഡ്? മണി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് മണി ഇൻ ഹാൻഡ് ഈസ് കോൾഡ് ഡിമാൻഡ് ഫോർ മണി. അതായത് ക്യാഷ് കയ്യിൽ കരുതുവാനുള്ള ആളുകളുടെ ഡിസയറിനെയാണ്. പല ആവശ്യങ്ങൾക്കാണ് നമ്മൾ ക്യാഷ് കരുതുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ക്യാഷ് കരുതുന്ന ആ ഒരു ഡിസയർ അല്ലെങ്കിൽ മോട്ടീവിനെയാണ് ഡിമാൻഡ് ഫോർ മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് വിളിക്കും. 3 ആവശ്യങ്ങൾക്കാണ്, 3 മോട്ടീവിന് വേണ്ടിയാണ് നമ്മൾ കയ്യിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസാക്റ്റീവ് മോട്ടീവ്. എന്താണ് ട്രാൻസാക്റ്റീവ് മോട്ടീവ് എന്ന് വിളിക്കും? അതായത് നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസ്, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് കയ്യിൽ നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസാക്റ്റീവ് മോട്ടീവ് എന്ന് വിളിക്കുന്നത്. അതായത് ട്രാൻസാക്ഷൻസ്, നമ്മുടെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ കൂടുമ്പോൾ ട്രാൻസാക്റ്റീവ് ഡിമാൻഡും കൂടുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണിയും കൂടുതൽ ആയിരിക്കും. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? MDT, അതായത് ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു KT എന്ന് പറയും. T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ വോളിയം ഓഫ് ട്രാൻസാക്ഷനും, K എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫ്രാക്ഷൻ ആണ്. രണ്ടാമത്തെ മോട്ടീവാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. എന്ത് മോട്ടീവ്? സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകൾ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത്, ബോണ്ടിലൊക്കെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുവഴി ഗെയിൻ ഉണ്ടാകാനായിട്ട്, ദ ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് മണി ഇൻ ഓർഡർ ടു ഗെയിൻ ഫ്രം ബോണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതുവഴി ഗെയിൻസ് ഉണ്ടാകാനായിട്ട് ആളുകൾ കയ്യിൽ ക്യാഷ് കരുതും. അതിനെ സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് വിളിക്കുന്നത്. ബോണ്ട്സ് എന്ന് പറഞ്ഞതാണ് ഗോൾഡില്, ലാൻഡില്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ബോണ്ടിന്റെ പ്രൈസും മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബോണ്ടിന്റെ പ്രൈസ് കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ബോണ്ടിന്റെ പ്രൈസ് കൂടും. എങ്ങനെയാണ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കാൽക്കുലേറ്റ് ചെയ്യുന്നത് R max മൈനസ് R ഡിവൈഡഡ് ബൈ R മൈനസ് R മീൻ എന്ന് പറയും. R max മൈനസ് R ഡിവൈഡഡ് ബൈ R മൈനസ് R മിൻ എന്ന് വിളിക്കും. എന്താണ് R എന്ന് പറഞ്ഞാൽ? കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർക്കറ്റിലെ കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. R max എന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും, R min എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതനുസരിച്ചാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ് ഓഫ് മണി കണ്ടുപിടിക്കുന്നത്. അപ്പം ടോട്ടൽ ഡിമാൻഡ് ഓഫ് മണി കണ്ടുപിടിക്കാനായിട്ട് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ ഡിമാൻഡ് ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും അതുപോലെ തന്നെ എന്താണ് ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഓഫ് മണിയുടെ
ആഡ് ചെയ്യുന്നു. എന്താണ് പ്രിക്വേഷണറി മോട്ടീവ്? എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലേ? നമ്മുടെ ലൈഫ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ, പെട്ടെന്ന് ഒരു എമർജൻസി വന്നു, ഹോസ്പിറ്റൽ കേസ് വന്നു, പെട്ടെന്ന് ഒരു വണ്ടിയുടെ റിപ്പയറിംഗ് വന്നു, ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ഉള്ള കാര്യങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കയ്യിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു മോട്ടീവിനെയാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് സപ്ലൈ ഓഫ് മണി. എന്താണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഇൻ ദ എക്കണോമി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് മണി സപ്ലൈ. അതായത് ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം എടുക്കുകയാണെങ്കിൽ, ഒരു പ്രത്യേക ഒരു സമയം എടുക്കുന്നു, ആ സമയത്ത് നമ്മുടെ എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളുടെ അവൈലബിൾ ആയിട്ടുള്ള മണി അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ക്യാഷിനെയാണ് നമ്മൾ ടോട്ടൽ മണി സപ്ലൈ എന്ന് വിളിക്കുന്നത്. 1977 ഏപ്രിൽ 1 മുതൽ RBI നമ്മളൊരു ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? ഈ 4 രീതിയിൽ മണി സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിന് M1, M2, M3, M4 എന്ന് വിളിക്കുന്നു. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CU പ്ലസ് DD. CU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി, DD എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. കറൻസി ഹെൽഡ് ബൈ പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യുമ്പോൾ M1 കാൽക്കുലേഷൻ കിട്ടും. അടുത്തത് M2 കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന M1ന്റെ കൂടെ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസിലുള്ള സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റോട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? M2 കിട്ടുന്നു. M3 എന്ന് പറഞ്ഞാൽ M1ന്റെ കൂടെ, അതായത് കറൻസി ഹെൽഡ് ബൈ പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റോടെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിലുള്ള നെറ്റ് ടൈം ഡെപ്പോസിറ്റോട് ആഡ് ചെയ്യുമ്പോൾ M3 കിട്ടുന്നു. ഈ M3യുടെ കൂടെ, M3യിൽ എന്തൊക്കെയുണ്ട്? കറൻസി ഉണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിന്റെ കൂടെ നെറ്റ് ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, അതിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യുന്നു? ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് എക്സെപ്റ്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അപ്പൊ എന്തൊക്കെ ആഡ് ചെയ്യുന്നു? M4ൽ എന്തൊക്കെയുണ്ട്? കറൻസി ഉണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, അതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യുന്നു? ടോട്ടൽ പോസ്റ്റ് ഓഫീസിലെ ടോട്ടൽ ഡെപ്പോസിറ്റ്. പക്ഷെ എന്ത് ആഡ് ചെയ്യുന്നില്ല? നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് മണി സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ M1നെയും M2നെയും ചേർത്ത് നമ്മൾ പറയുന്നതാണ് നാരോ മണി എന്നും. M1 ആൻഡ് M2നെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേര് നാരോ മണി എന്നും, M3 ആൻഡ് M4നെ ചേർത്ത് ബ്രോഡ് മണി എന്നും വിളിക്കുന്നു. M1 ആണ് ഏറ്റവും ലിക്വിഡ് മണിയും, M4 ആണ് ഏറ്റവും ലീസ്റ്റ് ലിക്വിഡ് മണി എന്ന് പറയുന്നത്. M3യെ ആഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ് എന്ന് വിളിക്കുന്നു. MCQ ചോദിക്കുന്ന ഭാഗമാണ്. അടുത്തത് നമ്മുടെ എക്കണോമിയിൽ വളരെ മോണിറ്ററി ട്രാൻസാക്ഷൻസിൽ പങ്കുവഹിക്കുന്ന ആളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ്, ഫസ്റ്റ് പ്രൈമറി സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും അഡ്വാൻസിങ് ലോൺ. ഡെപ്പോസിറ്റ് വാങ്ങുക, ലോൺ കൊടുക്കുക. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് പല ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റുകൾ ഉണ്ട്. ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കും. എങ്ങനെയൊക്കെയാണ്? സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അങ്ങനെ വേരിയസ് ഫോംസ് ഓഫ് ഡെപ്പോസിറ്റുകൾ ഉണ്ട്. എന്താണ് അഡ്വാൻസിങ് ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അഡ്വാൻസിങ് ലോൺ എന്ന് പറഞ്ഞാൽ? പല രീതിയിലുള്ള ലോൺസ് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ്? ക്യാഷ് ക്രെഡിറ്റ്, കോൾ ലോൺസ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇങ്ങനെ പല രീതിയിലുള്ള അഡ്വാൻസിങ് കൊടുക്കാറുണ്ട്. ദെൻ ക്രെഡിറ്റ് ക്രിയേഷൻസ് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ക്രിയേഷൻസ് ഉണ്ട്. നമ്മുടെ ബാങ്കുകൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് വെച്ചിട്ട് ബാക്കിയുള്ള പൈസ എടുത്ത് എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് ലോൺ കൊടുക്കുന്നു. ഫൈനാൻസിങ് ഫോറിൻ ട്രേഡിനുള്ള ഫൈനാൻസിങ് കാര്യങ്ങൾ, ഫോറിൻ ബിൽസ് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ക്യാഷ് തരുന്നു. ഫോറിൻ ട്രാൻസാക്ഷൻസ് ഈസി ആക്കാനായിട്ടൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വലിയ പങ്ക് തന്നെ വഹിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സുകൾ ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ടു ഇൻവെസ്റ്റ് എ പാർട്ട് ഓഫ് ദെയർ ഫണ്ട് ഇൻ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നിർബന്ധമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഗവൺമെന്റ് ഒരു വരുമാനമാകുന്നു, ഗവൺമെന്റിന്റെ വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് ഏജൻസി ഫംഗ്ഷൻസ്. നമ്മുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ ഏജന്റായിട്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ പേ ചെയ്യുന്നു, ചെക്കുകൾ പേ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, ഡിവിഡൻഡ് കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷെയർസ് നമുക്ക് വേണ്ടി സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സ് വാങ്ങുന്നു, വിൽക്കുന്നു. നമ്മുടെ പ്രീമിയംസ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നു, നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് അടയ്ക്കുന്നു, നമ്മുടെ റെന്റ് അടയ്ക്കുന്നു, നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ഫംഗ്ഷൻസ് നമുക്ക് വേണ്ടി നമ്മുടെ ബാങ്കുകൾ ചെയ്യുന്നു. എന്താണ് ഹൈ പവേർഡ് മണി? ഒരു രാജ്യത്തെ മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റി ആണ് എന്ത് വിളിക്കുന്നത്? ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ എന്താണ് മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റി ആണ് ഹൈ പവേർഡ് മണി എന്ന് വിളിക്കുന്നത്.
ഓക്കെ, എന്തൊക്കെയാണ് കറൻസി ഇൻ സർക്കുലേഷൻ പ്ലസ് റിസർവ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഗവൺമെന്റ് ഇൻ RBI. നമ്മുടെ രാജ്യത്തെ മോണിറ്ററി അതോറിറ്റി ഇതാണ് RBI ആണ് അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹൈ പവർഡ് മണി അല്ലെങ്കിൽ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിലുള്ള ടോട്ടൽ കറൻസിയും അതുപോലെ തന്നെ റിസർവ് ബാങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഗവൺമെന്റും വെച്ചിട്ടുള്ള റിസർവോടെ കൂട്ടുന്നതാണ് ഹൈ പവർഡ് മണി എന്ന് പറഞ്ഞാൽ. നമ്മുടെ RBI ഉണ്ടല്ലോ, RBIക്ക് കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. RBIയുടെ ഫംഗ്ഷൻസ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഇഷ്യൂവിംഗ് ഏജൻസി. നമ്മുടെ കറൻസീസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു രൂപ കറൻസി ഒഴിച്ച് ബാക്കി എല്ലാ കറൻസികളും ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. ബാങ്ക് ടു ഗവൺമെന്റ്, നമ്മുടെ ബാങ്ക് പോലെ ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് ഗവൺമെന്റിന് വേണ്ടി അഡ്വൈസ് കൊടുക്കുന്നത്, ഗവൺമെന്റിന് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്യുന്നതൊക്കെ ആരാണ്? നമ്മുടെ RBI ആണ്. എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ ഒരു ബാങ്കറായി, ഗവൺമെന്റിന്റെ ഒരു ഏജന്റായി, ഗവൺമെന്റിന്റെ ഒരു അഡ്വൈസറായി ആര് നിലകൊള്ളുന്നു? നമ്മുടെ RBI നിലകൊള്ളുന്നു. ഗവൺമെന്റിന്റെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. പക്ഷെ അതിനൊരു ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാറില്ല. കൺട്രോൾ ഓഫ് ക്രെഡിറ്റ്, രാജ്യത്തെ ക്രെഡിറ്റ് കൂടാൻ പാടില്ല, ക്രെഡിറ്റ് കുറയാൻ പാടില്ല, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണം, ഡിഫ്ലേഷൻ കൺട്രോൾ ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? നമ്മുടെ മോണിറ്ററി പോളിസീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന, ക്രെഡിറ്റ് പോളിസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? RBI ആണ്. ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകൾക്ക് വേണ്ടി ബാങ്കുകളെ ഹെൽപ്പ് ചെയ്യുന്ന, ബാങ്കുകളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന, ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒക്കെ ആരാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പെട്ടെന്ന് ഫൈനാൻഷ്യൽ ആവശ്യങ്ങൾ വന്നു, അവർക്ക് പെട്ടെന്ന് ക്യാഷ് ആവശ്യമായിട്ടൊക്കെ വന്നു. അപ്പൊ നമ്മുടെ ബാങ്കുകാർ ആരെ പോയി അപ്രോച്ച് ചെയ്യും? നമ്മൾ ക്യാഷിൽ വരുമ്പോൾ ബാങ്കിനെ പോയി അപ്രോച്ച് ചെയ്യും. ബാങ്കിന് ക്യാഷിൽ വരുമ്പോൾ ബാങ്ക് ആരെ പോയി അപ്രോച്ച് ചെയ്യും? RBI പോയി അപ്രോച്ച് ചെയ്യും. RBI ലോൺ കൊടുത്തൊക്കെ സഹായിക്കും. അതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കീപ്പ് ചെയ്യുന്നവരാണ്, കസ്റ്റഡി ചെയ്യുന്നതും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റഡി RBIയിലാണ്, RBIയുടെ ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും RBI ആണ്. ഒരു റേഷ്യോ ആണ്, 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ? ദ റേഷ്യോ ബിറ്റ്വീൻ മണി ഹെൽഡ് ബൈ പബ്ലിക് ഇൻ ദ കറൻസി ടു ദ ഡെപ്പോസിറ്റ് ദേ ഹോൾഡ് ഇൻ ബാങ്ക്സ്. ആളുകൾ കയ്യിൽ കരുതുന്ന കറൻസിയും അവർ ബാങ്കിൽ വെച്ചിട്ടുള്ള ഡെപ്പോസിറ്റ് തമ്മിലുള്ള റേഷ്യോയാണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. കറൻസി ഹെൽഡ് ബൈ പബ്ലിക് ആൻഡ് ഡെപ്പോസിറ്റ് ദേ മെയ്ഡ് ഇൻ ബാങ്ക്സ് തമ്മിലുള്ള റേഷ്യോയാണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റിസർവ് മണി ആൻഡ് ദ ടോട്ടൽ ഡെപ്പോസിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ റിസർവ് മണിയും അതുപോലെ തന്നെ അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റും തമ്മിലുള്ള റേഷ്യോയാണ് റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ 2 രീതിയുണ്ട്. CRR ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും. എന്താണ് സ്റ്റെറിലൈസേഷൻ ബൈ RBI? The sterilization by RBI, intervention by monetary authority of a country in the money market to keep the money supply stable against external shocks. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ അഫക്ട് ചെയ്യാം. ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന ഫോറിൻ രാജ്യത്തുനിന്ന് ഇൻഫ്ലോ കൂടുന്നു അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നു. ഇത് നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈയെ അഫക്ട് ചെയ്യാം. ഇങ്ങനെ മണി സപ്ലൈ അഫക്ട് ചെയ്യാതെ നമ്മുടെ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നു? മണി മാർക്കറ്റിനെ ആര് കൺട്രോൾ ചെയ്യുന്നു? നമ്മുടെ RBI കൺട്രോൾ ചെയ്യുന്നു. ആ ഒരു മെത്തേഡിനാണ് സ്റ്റെറിലൈസേഷൻ ബൈ RBI എന്ന് വിളിക്കുന്നത്. എന്താണ് മോണിറ്ററി പോളിസി ബൈ RBI? RBI കുറെ മോണിറ്ററി കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് RBI മണി സപ്ലൈ അല്ലെങ്കിൽ മണി കൺട്രോളിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന് ബാങ്ക് റേറ്റ്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് ക്യാഷ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് RBI എന്ത് ചെയ്യുന്നു? RBI ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നു. കൊടുക്കുന്നതാണ് ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, അതായത് സെൻട്രൽ ബാങ്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്നോ എന്താണ് അവരുടെ കയ്യിൽ സെൻട്രൽ ബാങ്കിന്റെ, അതായത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇവർ കൊടുത്തിട്ടുള്ള പബ്ലിക്കിന്റെ കയ്യിലോ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലോ ഉള്ള സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നു. ലീഗൽ റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ RBI എന്ത് ചെയ്യുന്നു? CRR SLR യൂസ് ചെയ്തുകൊണ്ട് മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. CRR പഠിച്ചാണല്ലോ, SLR ടോപ്പിക്സ് വായിച്ചു നോക്കുക. ഡിമോണിറ്റൈസേഷൻ, എന്താണ് ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ക്യാഷ് നോട്ട് നിരോധനം. 2016 നവംബർ 8 രാത്രി നമ്മുടെ മോദിജി വന്നിട്ട് എന്ത് ചെയ്തു? കുറെ നോട്ടുകൾ നിരോധിച്ചു. 500 രൂപ 1000 രൂപ നോട്ടുകൾ നിരോധിക്കുകയാണ് ചെയ്തത്. ന്യൂ കറൻസി നോട്ട് ഇൻ ദ ഡിമോണിറ്റൈസേഷൻ ഓഫ് 500 and 200 were launched. 2000 രൂപയുടെയും 500 രൂപയുടെയും പുതിയ നോട്ടുകൾ എന്ത് ചെയ്തു? മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. എന്താണ്
അതെന്തിനു വേണ്ടിയാണ് ചെയ്തത്? അതിന്റെ മെറിറ്റ്സ് എന്താണ്? ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വെർ ബോട്ട് ഇൻ ടു ടാക്സ് ആംബിറ്റ്. ഒത്തിരി പേര് ടാക്സ് അടയ്ക്കാത്ത കള്ളത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു, അവരെല്ലാം കണ്ടുപിടിച്ചു, ടാക്സിലേക്ക് കുറെ ആളുകൾ വന്നു. പിന്നെ എന്ത് ചെയ്തു? ഗവൺമെന്റിന് ബ്ലാക്ക് മണി ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു, പിന്നെ ഗാംബ്ലിംഗ്, ടെററിസം, ഇൻഫ്ലേഷൻ ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങളെ കാണിക്കുന്നവരെല്ലാം എന്താണ് കണ്ടുപിടിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റി. പീപ്പിൾ ഡിസ്ക്ലോസ് ദെയർ ഇൻകം ബൈ ഡെപ്പോസിറ്റിംഗ് മണി ഇൻ ദെയർ ബാങ്ക് അക്കൗണ്ട്സ്. ആളുകൾ എന്ത് ചെയ്തു? ബാങ്കുകളിൽ കൊണ്ടുവന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനും അതുവഴി ഗവൺമെന്റ് റവന്യൂ കിട്ടാനും സേവിങ്സ് ഒക്കെ കൂടാനൊക്കെ കാരണമായി. പിന്നെ എന്താണ്? നമ്മുടെ രാജ്യം ക്യാഷ്ലെസ് ഇന്ത്യയിലേക്ക് പോകാനായിട്ടും കാരണമായി. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതൽ കാരണമായി. ഡിമോണിറ്റൈസേഷൻ ചെയ്യുന്ന കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ ആളുകളുടെ ഇടയിൽ ഒരു പരിഭ്രാന്തി പറ്റി അല്ലെ, തൗസൻഡ് ഫ്രൻസീസ് ക്രിയേറ്റ് ആയി ആളുകളുടെ ഇടയിൽ. പിന്നെന്ത് സംഭവിച്ചു? ന്യൂ കറൻസികൾ പ്രിന്റ് ചെയ്യാനും പഴയ കറൻസികൾ നശിപ്പിക്കുവാനുമായിട്ട് ഗവൺമെന്റിന് നല്ലൊരു എക്സ്പെൻസ് ഉണ്ടായി. പിന്നെ എങ്കിലും ആളുകൾ എന്ത് ചെയ്തു? റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ് ഒക്കെ ആയിട്ട് ഈ ക്യാഷിനെ കൺവേർട്ട് ചെയ്ത് വീണ്ടും കള്ളത്തരങ്ങൾ തുടർന്നു. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ട് ഉള്ള ടോപ്പിക്സ്. ഓക്കേ.